ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റം, വാട്ടർ സർവീസ് ചെയ്യാം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട വർക്ക്. പിന്നെ നമുക്ക് ഫ്യൂൽ ലിഡ് അതേപോലെ തന്നെ സീറ്റൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു ടൈറ്റ് ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. ഇത്രയാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. വണ്ടി ഇപ്പോൾ ഓടിയേക്കണ കിലോമീറ്റർ 46,502 കിലോമീറ്റർ, 46,500 ഇപ്പോൾ നിലവിൽ ഓടിയേക്കണ കിലോമീറ്റർ കേട്ടോ. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ നമ്മൾ കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാം ഒക്കെ ഒന്ന് അഴിച്ച്, ക്യാം എന്ന് പറയുന്നത് ഈ ഒരു ഇത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം. കാരണം അത് മഴയത്തൊക്കെ ഓടിയിട്ട് ചെറിയൊരു ടൈറ്റൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിലെ ഓയിലൊക്കെ നോക്കി നല്ല ഓയിലാണ്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് മാറ്റേണ്ട ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ. ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും വണ്ടി ഓടണേന് കുഴപ്പമില്ല. നെക്സ്റ്റ് അടുത്ത സർവീസിൽ നമ്മൾ അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യണേ. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയിടാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നോർമൽ സാധാരണ രീതിയിലാണ്. 40,000 കിലോമീറ്റർ 45,000 കിലോമീറ്റർ ആവറേജ് നോർമലായിട്ടുള്ള തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് ഈ പീസ് സെറ്റ് സ്ലൈഡ് തുടങ്ങി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് സെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം. അത് ഏകദേശം അത് ടച്ച് ചെയ്ത് പൊട്ടുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളയാം കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. ക്ലച്ച് ഔട്ടൊന്നും വേറെ പറയാത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ക്ലച്ച് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ ബെൽറ്റ് ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം കിടന്ന് ഓടണേന് കുഴപ്പമില്ല. അപ്പോൾ ബെൽറ്റും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നേരടിച്ച് പൊടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവർ അഴിക്കുമ്പോൾ അതിൻ്റെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും ഈ രണ്ട് ബോൾട്ടുണ്ട്. രണ്ട് ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ സീൽ മൗണ്ട് റബ്ബർ എന്ന് പറയാം. ആ രണ്ടായിട്ടും കൂടി നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 12 വോൾട്ട് 9.7 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.55. അപ്പോൾ ഏകദേശം ഒരു വോൾട്ട് വേരിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിക്കണം. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. കേബിളുകളൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ കവറിൻ്റെ ഉണ്ടല്ലോ, ഫ്രണ്ട് ഈ കവറിൻ്റെ ബോൾട്ടിൻ്റെ ത്രെഡ് ഈ സൈഡ് ബോൾട്ട് മിസ്സായിട്ടുണ്ട്. ഈ ബോൾട്ടും പോയതാണ്. അപ്പോൾ ഞാൻ വേറൊരു ബോൾട്ട് എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് കവർ മൊത്തത്തിലൊരു ഷേക്ക് ഉണ്ടായിരുന്നു. ഇത് ഇവിടത്തെയും സ്ക്രൂ ചാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ക്രൂ ഇടാനുണ്ട്. 2 ബോൾട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് ബലപ്പെടുത്തണം. കാരണം ഫൈബർ ബോഡി ആയതുകൊണ്ട് തന്നെ ഷേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ബോഡി വൈബ്രേഷൻ കണ്ടതുകൊണ്ട് നമ്മൾ അഴിച്ചാണ്. അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിക്കുന്നുണ്ട്. അഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലേഴ്സ് പറഞ്ഞ എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റേണ്ട റീപ്ലേസ് ചെയ്യേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. അതിൻ്റെ ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് മാറ്റിയിടാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് മാറ്റിയിടണം. അതായത് ഈ വന്ന വി ബുഷ്. പിന്നെ ഹെഡിൻ്റെ അവിടെ ഒരു ലീക്ക് ഉള്ളത് കൊണ്ട് കവർ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റാനുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് വാട്ടർ സർവീസ്, ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ജനറൽ സർവീസിൻ്റെ ഇതും വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോ സഹിതം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഇപ്പോൾ പറയാൻ വിട്ടുപോകുന്ന കേസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇൻഫോം ചെയ്തേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഐറ്റംസൊക്കെ നോക്കി. കാരണം ഈ യൂണിറ്റൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഇടാനേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഫ്രീ ആക്കൽ നടക്കില്ല. നമുക്ക് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വീഡിയോസ് ചെയ്ത് വാട്സപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട്. വർക്ക് തീരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആവും കേട്ടോ. വാഷിംഗ് അടക്കം ചെയ്ത് വരുന്നത് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് തീരുള്ളൂ. അത് കണക്കാക്കിയിട്ട് വന്നാൽ മതി. ഓക്കെ.